പേരാമ്പ്ര സംഘർഷത്തിൽ 3 കോൺഗ്രസ് പ്രവർത്തകർ കൂടി കസ്റ്റഡിയിലായി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വിനോദൻ കല്ലൂർ, മണി പൈതോത്ത്, മുസ്തഫ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. നിഖിൽ പ്രമേഷ് അപ്ഡേഷനുമായി കോഴിക്കോട് നിന്ന്. ഗുഡ് മോർണിംഗ് നിഖിൽ പ്രമേഷ്, പറയൂ. ഗുഡ് മോർണിംഗ്. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട 3 പേരെ കൂടി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ വരുന്നുണ്ട് സ്കൈൻ. കാരണം അവരുടെ ഒരു MP അവരുടെ മൂക്കിനെ ഇടിച്ച് തകർക്കുകയും അവരുടെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം. എന്ന് മാത്രമല്ല, ഇന്നലെ കോൺഗ്രസ് പുറത്തുവിട്ട തെളിവുകൾ പ്രകാരമാണെങ്കിൽ പലപ്പോഴും ഈ ആക്രമണം നടത്തിയത് കോൺഗ്രസ് പ്രവർത്തകരല്ല എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ അടക്കം അവർ പുറത്തുവിട്ടിട്ടും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അകാരണമായി കേസെടുക്കുന്നു എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ അവർ ഉന്നയിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വടകര റൂറൽ SP-യുടെ വീടിന് മുന്നിൽ പ്രതിഷേധം ആരംഭിക്കുന്നത് അടക്കമുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ്. അതിനിടെയാണ് ഇപ്പോൾ 3 പ്രവർത്തകർക്കെതിരെ കൂടി കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നേരത്തെ 5 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇപ്പോഴിതാ 3 പേരെ കൂടി. അതിൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വിനോദൻ കല്ലൂര്, മണി പൈതോത്ത് എന്നിവരും അതോടൊപ്പം തന്നെ മുസ്തഫ, അങ്ങനെ 3 പേരെയാണ് ഇന്നിപ്പോൾ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. കോൺഗ്രസ് നേതാക്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് പോലീസ് ആളുകൾ തിരിച്ചറിഞ്ഞോ അങ്ങനെയൊന്നുമല്ല കസ്റ്റഡിയിലെടുക്കുന്നത്. CPIM ഒരു ലിസ്റ്റ് കൊടുക്കുന്നു, അതനുസരിച്ച് ആളുകളെ കസ്റ്റഡിയിലെടുക്കുന്നു എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എന്തായാലും ഷാഫി പറമ്പിൽ MLA-ക്കെതിരെ അതിക്രൂരമായിട്ടുള്ള അതിക്രമം അഴിച്ചുവിട്ട പോലീസുകാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ഇവരുടെ വീട്ടുമുറ്റത്ത് പ്രതിഷേധം ആരംഭിക്കുമെന്ന നിലപാടിൽ നിന്ന് ഒട്ടും പുറകോട്ട് പോകാതെ മുന്നോട്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം. എന്തായാലും ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ള ആവശ്യം കൂടിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.